കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് ആശാ വർക്കർമാരുടെ സമരം. പ്രതിപക്ഷവും ബി.ജെ.പിയും എല്ലാം സംഭവത്തെ വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നു. ഇലക്ഷന് തൊട്ടു മുൻപായതിനാൽ നായ്ക്കൾക്ക് കിട്ടിയ എല്ലിൻ കഷ്ണം പോലെ കടിച്ചു പറിച്ച് ഷോ നടത്തുന്ന ഈ രണ്ടു പാർട്ടികളെയും കാണുമ്പോൾ സഹതാപം തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾക്കാണ്. ആശാപ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാർ സ്വന്തം ഫണ്ടിൽ നിന്ന് പ്രതിമാസം 7,000 രൂപയാണ് ഓണറേറിയം നൽകുന്നതെങ്കിലും കേന്ദ്രത്തിന്റെ കണക്കിൽ അത് 6,000 മാത്രമാണ്. അതായത് എഴുതിയത് 7,000 ആണെങ്കിലും വായിക്കേണ്ടത് 6,000 ആണ് എന്ന്. രാജ്യസഭയിൽ ഹാരിസ് ബീരാന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് കേരള സർക്കാർ സ്വന്തം ഫണ്ടിൽ നിന്ന് 6,000 രൂപയാണ് ആശാപ്രവർത്തകർക്ക് നൽകുന്നതെന്ന് ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് തെറ്റായ മറുപടി നൽകിയത്. എന്നാൽ ആശാപ്രവർത്തകർക്ക് കേന്ദ്രം നൽകുന്നത് 2,000 രൂപ മാത്രമാണെന്ന് മന്ത്രി മറുപടിയിൽ സമ്മതിക്കുകയും ഉണ്ടായി. വിവിധ സംസ്ഥാനങ്ങൾ ആശാപ്രവർത്തകർക്ക് നൽകുന്ന ഓണറേറിയവും ഇൻസെന്റീവും മന്ത്രി മറുപടിയിൽ വിശദീകരിക്കുകയുണ്ടായി. സിക്കിം സമീപകാലത്ത് 14 രൂപയായി ഓണറേറിയം ഉയർത്തിയതായി അറിയിച്ച മന്ത്രി എന്നാൽ അത് നൽകി തുടങ്ങിയോ എന്ന് വിശദമാക്കിയിട്ടില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനം എന്ന നിലയിൽ ദേശീയ ആരോഗ്യ മിഷന് വേണ്ടി ചെലവഴിക്കുന്ന തുകയിൽ 90% സിക്കിമിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്. കേരളത്തിൽ ലഭിക്കുന്ന കേന്ദ്ര വിഹിതം ചെലവിന്റെ 60% മാത്രമാണ്. കേരളത്തിൽ 30,000-ഓളം ആശമാരുള്ളപ്പോൾ സിക്കിമിൽ ഇത് 656 മാത്രമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിൽ 4,700 രൂപയും കർണാടകയിൽ 5,000 രൂപയുമാണ് നൽകുന്നത്. ബി.ജെ.പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ 3,500 രൂപയും മധ്യപ്രദേശിൽ 4,000 രൂപയും രാജസ്ഥാനിൽ 1,650 രൂപയുമാണ് നൽകുന്നത്. കേരളത്തിൽ നിലവിൽ ഇൻസെന്റീവുകൾ എല്ലാം അടക്കം 13,000 രൂപ വരെ ആശമാർക്ക് ലഭിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ ഭരത്ചന്ദ്രൻ IPS ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ ചെന്ന് വീണ്ടും ഒരു ഷോ ഇറക്കിയിട്ടുണ്ട്. ആശമാർക്ക് കേന്ദ്രം കൊടുക്കേണ്ടതെല്ലാം കൊടുത്തുവെന്നും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അത് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നും നമ്മുടെ സുരേഷ് ഗോപി പറയുകയുണ്ടായി. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത ഗഡു നൽകില്ലത്ര. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേരളം കൈമാറിയിരുന്നുവെന്നും 2023-24 സാമ്പത്തിക വർഷം കോബ്രാൻഡിങ്ങിന്റെ പേരിൽ തടഞ്ഞ പണം തന്നില്ലെന്നുമുള്ള കേരളത്തിന്റെ വാദം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ പിന്നെ ഒരൊറ്റ മലക്കമറച്ചിലായിരുന്നു. ഒടുവിൽ തന്റെ സ്ഥിരം ശൈലിയായ ധാർഷ്ട്യത്തോടെ കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ കള്ളം പറയോ എന്നായി. ആരാണ് കള്ളം പറയുന്നതെന്നും മാധ്യമങ്ങൾ കണ്ടുപിടിക്കണമെന്നും കേന്ദ്രത്തിൽ നിന്നും സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കണമെന്നും പറഞ്ഞ് കിടന്നുരുണ്ട് കളിക്കുന്ന കേന്ദ്രമന്ത്രിയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഇനി നിന്നാൽ കള്ളി വെളിച്ചത്താവുമെന്ന് കരുതിയാവണം പെട്ടെന്ന് തന്നെ തിരക്ക് അഭിനയിച്ച് മുങ്ങുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. ജനങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ച് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ കള്ളങ്ങൾ പുറത്തായതുപോലെ ഇനിയും എത്ര കാര്യങ്ങൾ ജനം അറിയാൻ കിടക്കുന്നുണ്ട്. ഇപ്പൊ കാണിക്കുന്ന നാടകമൊക്കെ കൊള്ളാം. ജനങ്ങൾ സത്യമെല്ലാം അറിഞ്ഞു വരുമ്പോൾ തടയാനുള്ള പരിചയം കൂടി എടുത്തു വെക്കണം കേട്ടോ. അല്ലെ കേരളത്തിൽ താമര വിരിയുന്നത് പോയിട്ട് തളിര് പോലും കിളിർക്കില്ല.